ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോമിക് വിൻസ. അങ്ങനെ നമ്മൾ വീണ്ടും വൺ പീസിൻ്റെ ഒരു ഫാൻഡം തിയറി ആയിട്ട് എത്തിയിരിക്കുകയാണ്. സോ അധികം വളച്ചുകെട്ടില്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള പരിപാടിയില്ലേ, ആ ഒരു ചടങ്ങ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം കേൾക്കണം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പറയണേ എനിക്കത് വളരെ വീടായിട്ടാണ് തോന്നുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടി ഇവിടെ വെച്ച് എന്തായാലും നിർത്തുകയാണ്. കാരണം ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. ഇത്രയും സബ്സ്ക്രൈബ്സ് എനിക്ക് കിട്ടിയതും അങ്ങനെ തന്നെയാണ്. സോ അതുകൊണ്ട് ആ ഒരു ചടങ്ങ് നമ്മൾ ഇവിടെ വെച്ചൊക്കെ നിർത്തുകയാണ്. സോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകും. ഈ ഒരു തിയറി ഈ അടുത്തിടെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ്. സോ എന്താണ് ആ തിയറി എന്ന് നമുക്കൊന്ന് നോക്കാം. നാമിക്ക് സെലസ്റ്റിയൽ ഡ്രാഗൺ വംശബന്ധമുണ്ടെന്ന തിയറി ആരാധകരിൽ ഏറെ ചർച്ചയായ വിഷയമാണ്. ഇത് ഔദ്യോഗികമായി ഓടെ സ്ഥിരീകരിച്ച ഒന്നല്ലെങ്കിലും ചില സൂചനകളെയും നാമിയുടെ പൂർവ്വകഥയിലുണ്ടായ പൊരുത്തക്കേടുകളെയും ആസ്പദമാക്കി നിരവധി ഫാൻസ് ഈ സാധ്യത വിശകലനം ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നാമിയുടെ ബാല്യകാലം തന്നെ ഒരു വലിയ മിസ്റ്ററിയാണ്. കൊക്കോയാഷി ഗ്രാമത്തിൽ ബെൽമർ രക്ഷിച്ച കുഞ്ഞായി അവളെ കാണിച്ചിട്ടുണ്ടെങ്കിലും അവളുടെ ജന്മസ്ഥലം എവിടെയാണെന്ന് ഓട ഒരിക്കലും വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില ആരാധകർക്ക് തോന്നിയത് നാമിയുടെ യഥാർത്ഥ വംശബന്ധം ലോക സർക്കാരിനോടോ, അതിലേറെ പറഞ്ഞാൽ സെലസ്റ്റിയൽ ഡ്രാഗൺമാരോടോ ബന്ധമുള്ളതാകാമെന്നാണ്. നാമിയുടെ സ്വഭാവത്തിൽ കാണുന്ന ചില ലക്ഷണങ്ങളും ഈ തിയറിയെ പിന്തുണയ്ക്കുന്നുവെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു. ചിലപ്പോൾ അവളുടെ പെരുമാറ്റം വളരെ റോയൽ ആണെന്ന് തോന്നാം. അവളുടെ ആത്മവിശ്വാസം, മേൽനോട്ട ബോധം, തീരുമാനങ്ങൾ എടുക്കുന്ന വിധം എല്ലാം തന്നെ ഒരിനം ഗൗരവമുള്ള നില സൂചിപ്പിക്കുന്നു. കൂടാതെ നാമിയുടെ പണത്തോടുള്ള അത്യന്തം ആകർഷണവും ഫാൻസിന്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം തന്നെയാണ്. സെലസ്റ്റിയൽ ഡ്രാഗൺമാർക്ക് പണം എന്നത് ഒരു അധികാരം, ഒരു പ്രാധാന്യത്തിന്റെ അടയാളമാണത്. അതിനാൽ തന്നെ ചിലർ നാമിയുടെ ഈ സ്വഭാവം അവളുടെ രഹസ്യ പൈതൃകത്തിന്റെ പ്രതിഫലനമാകാമെന്നും കരുതുന്നു. ഇതുകൂടാതെ ഈമു സമ എന്ന രഹസ്യ കഥാപാത്രത്തോടും നാമിക്കൊരു ബന്ധമുണ്ടാകാമെന്ന് ചില അനുമാനങ്ങളുണ്ട്. ഈമു നാമിയുടെ കുടുംബവുമായി ബന്ധമുള്ളവനായിരിക്കാം. അതിനാൽ ഭാവിയിൽ അവൾക്കെതിരെ ഒരു എനിസ് ലോബി പോലുള്ള സർക്കാർ ആക്രമണം, ബസ്തർ കോള് പോലുള്ള സംഭവം ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ്. നാമി ലോക സർക്കാരിന്റെ കണ്ണിൽ ഒരു പ്രത്യേക വിഷയമായി തീരുകയാണെങ്കിൽ അതിന് പിന്നിൽ അവളുടെ പിറവിയിലും വംശത്തിലുമുള്ള രഹസ്യം തന്നെയായിരിക്കും കാരണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനെതിരായ വാദങ്ങളുണ്ട്. നാമിയുടെ പൂർവ്വകഥയിൽ ബെൽമർ, നോജിക്കോ, ആർലോങ് എന്നിവരുമായി അവളുടെ ബന്ധം വളരെ മാനവികമായ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ സെലസ്റ്റിയൽ ഡ്രാഗൺ തലത്തിലുള്ള ഏതെങ്കിലും സൂചനകൾ ഓടെ നേരിട്ട് നൽകുന്നില്ല. അതിനാൽ തന്നെ ഈ തിയറി ഇപ്പോഴും ഫാൻസുകളുടെ കൽപ്പനാ ശക്തിയിൽ നിന്നുള്ള ഒരു വിചിത്രമായ ആശയമായി തുടരുകയാണ്. അതുപോലെ തന്നെ ഓട പലപ്പോഴും കഥാപാത്രങ്ങളുടെ പശ്ചാത്തലങ്ങൾ പിന്നീട് വലിയ ട്വിസ്റ്റുകളായി വെളിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നാമിയുടേത് ഭാവിയിൽ വലിയൊരു ഷോക്കിംഗ് റിവൈലായി വരാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കയും ആരാധകർ പങ്കുവയ്ക്കുന്നു. എങ്കിലും ഇപ്പോൾ ഇതെല്ലാം വെറും ഫാൻ തിയറി മാത്രമാണ്. ഓട തന്നെ അത് സ്ഥിരീകരിക്കുന്നതുവരെ നമുക്ക് ഒന്നും തന്നെ ഉറപ്പായി പറയാൻ കഴിയില്ല. എങ്കിലും ഈ തിയറി കഥാപരമായ നിലയിൽ വളരെ ആകർഷകമാണ്. നാമി സെലസ്റ്റിയൽ ഡ്രാഗൺ വംശജയാണെന്ന കാര്യം ശരിയാണെങ്കിൽ അത് വൺ പീസ് ലോകത്തിന്റെ ശക്തി സംഘടനയെ തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന വലിയ വെളിപ്പെടുത്തലായിരിക്കും. ഫ്രീഡം വേഴ്സസ് കൺട്രോൾ, വെൽത്ത് വേഴ്സസ് ഹ്യൂമാനിറ്റി എന്ന വലിയ വിഷയങ്ങൾക്കിടയിൽ നാമിയെ ഒരു പ്രതീകമായി അവതരിപ്പിക്കാനുള്ള വഴിയും അതിലൂടെ തുറക്കാം. സോ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഈ ഒരു തിയറി എനിക്ക് വളരെ വിയർഡായിട്ട് തോന്നിയിട്ടുള്ള ഒരു തിയറിയാണ്. സോ ഈ ഒരു തിയറിയെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും തോന്നലുകളും അഭിപ്രായങ്ങളെല്ലാം ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. സയോനാര.